അമ്മച്ചി, ദേ അപ്പച്ചൻ വന്നു. അകത്തേക്ക് കൊണ്ടുവേടാ. എന്താ ഇത്? എന്താണ്? നീ അകത്തോട്ട് കൊണ്ടുവേടാ. ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി മടുത്തു. നിങ്ങളൊരു അച്ഛനാണോ? പ്രായപൂർത്തിയായ ഒരു പെൺകൊച്ചുള്ള വീട്ടിലേക്കാണോ ഇവനെ പോലെയുള്ള വാറ്റുകാരൻ തെമ്മാടിയും കൊണ്ട് കയറി വരുന്നത്? ആ കുഞ്ഞിന് നാളെ പരീക്ഷയുള്ളതാ. ഞങ്ങളെ കൊലയ്ക്ക് കൊടുത്തേ നിങ്ങൾ അടങ്ങൂ. ഡോ, മേലാൽ ഈ പടിക്കകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളുമായി കയറിപ്പോകരുത്. കുടിച്ച് കൂത്താടി നടന്ന് കണ്ടവന്മാരെയും കൊണ്ട് വീട്ടിൽ കയറി വരാൻ നാണമില്ലേ മനുഷ്യൻ നിങ്ങൾക്ക്? മാറിക്കടി, എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. നോക്കിക്കോ, ഇതിനൊക്കെ കർത്താവ് നിങ്ങളോട് ചോദിക്കും. പിന്നെ കർത്താവിന് ഇതല്ലേ പണി. മാറിക്കടി അങ്ങോട്ട്. മത്തുബേബിയുടെ വീട്ടില് മത്തുബേബിയാണ് പഠിപ്പിക്കാൻ വരുന്നത്. ആ മൂലയിലോട്ട് വെച്ചു. മാറിയടാ, സൈഡിലോട്ട് അങ്ങ് വെച്ചാൽ വാടാ ആയോട്ട്. എന്തായാലും ഇന്നും അപ്പച്ചൻ പ്രശ്നം ഉണ്ടാക്കിയ? അപ്പച്ചൻ എന്നും ചാരയമായ വീട്ടിൽ കയറി വന്നു. അമ്മച്ചി അപ്പച്ചനോട് വഴക്കായി. ഞാനിങ്ങ് പോന്നു. എന്നാ പിന്നെ തന്റെ പഠിത്തം നടക്കട്ടെ. ഓ, പഠിക്കുന്ന തലയിൽ കയറുന്നില്ലേ? മറ്റെന്തൊക്കെയോ ചിന്തകളാ. ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടാതെ പഠിക്കാൻ നോക്കില്ലെന്നാ? ഞാൻ ചിന്തിക്കുന്നത് ആവശ്യമില്ലാത്തതാണെന്ന് ഇയാൾക്ക് തന്നെ അറിയാം. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാം ആവശ്യമില്ലാത്ത. കൊള്ളാം, നല്ല ഫിലോസഫി. ഞാൻ പഠിച്ച് വലിയൊരാളാവണമെന്ന് അമ്മച്ചിയുടെ ആഗ്രഹം. പാവം അമ്മച്ചി എന്നെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എന്റെ ആഗ്രഹവും അത് തന്നെയല്ലെന്നാ. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പറഞ്ഞോണ്ടിരിക്കാണോ രണ്ടുപേരും? ഞങ്ങളിങ്ങനെ വെറുതെ ഓരോന്നും പറഞ്ഞു. ഞാൻ പഠിക്കാൻ വന്നതാ. ശരി ശരി. അവൾ ഇവിടെ നിന്ന് പഠിക്കട്ടെ, നമുക്ക് പുറത്തു പോയിരിക്കാം. വാ. എന്നാ പഠിച്ചോട്ടെ, നമ്മള് ശല്യാവണ്ട. സുധി, എന്നെ എന്തിനാണ് ഒഴിവാക്കാൻ നോക്കുന്നത്? നിന്നെ എന്താണ് സുധി ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ? ശ്യാം, ദയവ് ചെയ്തതിന് ശല്യം ചെയ്യരുത്. എന്തുകൊണ്ട്? ഒരിക്കൽ ഇഷ്ടമാണെന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ? നല്ല ജോലി നേടണം, സമ്പാദിക്കണം, എന്നിട്ട് ഒരുമിച്ച് ജീവിക്കാം എന്നും നീ പറഞ്ഞു. ദാ ഇപ്പോൾ ബാംഗ്ലൂരിൽ നല്ലൊരു കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ഞാൻ. എന്നോട് ക്ഷമിക്കണം ശ്യാം. അസുഖം ബാധിച്ചു കിടക്കുന്ന അമ്മയും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എന്റെ സഹോദരന് മാത്രം എന്റെ ലോകം. എന്നെ മറക്കണം. എത്ര നിസ്സാരമായിട്ടാണ് സുധി നീ ഇത് പറയുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ദയവ് ചെയ്തെന്നെ കാണാൻ ശ്രമിക്കരുത് പ്ലീസ്.